ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ചെറിയൊരു സ്റ്റോറി കേട്ടാലോ? ആരെ പറ്റിയാണെന്നല്ലേ? നമ്മുടെ സ്വീറ്റിയെ പറ്റിയാണ് കേട്ടോ. ഇപ്പം ചോദിക്കും സ്വീറ്റി ആരാണെന്ന്. വേറെ ആരും അല്ല, അതെ നമ്മുടെ ഈ സ്കൂട്ടറിനെയാണ് കേട്ടോ നമ്മൾ സ്വീറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു കുട്ടി കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എന്താ കഥയെന്ന് അറിയണ്ടേ? ഏകദേശം ഒരു 2024 നവംബർ മാസം മുതൽ തുടങ്ങിയതാണ് കേട്ടോ ഇവളോടുള്ളൊരു പ്രേമം. വേറൊന്നുമല്ലേ, അത്രയും നാളും എനിക്ക് ഈ സ്കൂട്ടറിനോടോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോടോ ഒന്നും ഒരു ക്രേസ് ഉള്ള ഒരാളും അല്ലായിരുന്നു ഞാൻ. കാരണം ഞാൻ അത്രയും നാളും അങ്ങനെ വണ്ടിയൊന്നും ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു ക്രേസ് തോന്നാതിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്നതുപോലെ നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ വന്നു. ആ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ട് എനിക്കൊരു വണ്ടി ആയിക്കൂടാ. അപ്പോൾ ഞാൻ എബിച്ചാനോട് പറഞ്ഞു, എബിച്ച എന്തായാലും ഞാൻ നാട്ടിൽ നിൽക്കുമല്ലേ, എനിക്കെന്നാൽ ഒരു വണ്ടി ആയാൽ എന്താണെന്ന്. അപ്പോൾ എബിച്ചാനോട് ചോദിച്ചു, അതിനെന്താ വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് വാങ്ങിക്കാം. അന്നേരം അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ ഒരു സെക്കൻഡ് പോരേന്ന്. അതെന്താ അങ്ങനെ ചോദിച്ചെന്നപ്പോൾ നിങ്ങൾ ചിന്തിക്കുമല്ലേ, വേറൊന്നുമല്ല, ഞാൻ വണ്ടി നേരത്തെ പറഞ്ഞു വലിയ പ്രേമിയൊന്നുമല്ല എന്ന്. അതുപോലെ തന്നെ ഞാൻ ഡ്രൈവിങ്ങിലും അത്ര വലിയ ആളൊന്നുമല്ല കേട്ടോ. കാരണം എനിക്ക് പേടിയാണ് വണ്ടി എടുക്കാൻ. അപ്പോൾ പുള്ളിക്ക് എൻ്റെ ഒരു സ്വഭാവം അറിയാവുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു സെക്കൻഡ് ആകുമ്പോൾ എങ്ങാനും പോയിന്ന് തട്ടിയോ മുട്ടിയോ ചെയ്താലും വലിയ പ്രശ്നം വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ തർക്കിച്ചു, പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും തട്ടിയോ മുട്ടിയോ ചെയ്താൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, അപ്പോൾ എന്തിനാ പേടിക്കുന്നേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയ വണ്ടി മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ നവംബർ ആയില്ലേ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇയർ എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വർഷത്തെ രജിസ്ട്രേഷനേ കിട്ടത്തുള്ളൂ. അതേസമയം നമ്മൾ ജനുവരി കഴിഞ്ഞിട്ട് എടുത്താൽ നമുക്ക് അപ്പോൾ ആ ഒരു വർഷത്തെ ആദ്യത്തെ രജിസ്ട്രേഷൻ ആവുമല്ലോ എന്ന്. അതുമല്ല, പുള്ളിക്ക് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജനുവരി 7-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വണ്ടി ഒരു ഗിഫ്റ്റായിട്ട് തരണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ആഗ്രഹപ്രകാരം ഞാനിങ്ങനെ 1-2 ഷോറൂമുകളിലൊക്കെ പോയി, യമഹ, ഹോണ്ട, അങ്ങനെ കുറേ ഷോറൂമുകളിലൊക്കെ പോയി അവരോടൊക്കെ സംസാരിച്ചു. കാരണം എടുക്കുമ്പോൾ ഏറ്റവും നല്ല സാധനം തന്നെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴും എൻ്റെ മൈൻഡിൽ എനിക്ക് ഡിയോ തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ റേ ZR ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നി ആ വണ്ടി. ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് കയറി ഇരുന്നപ്പോഴേക്കും ഇത് ഭയങ്കര ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും റേ ZR അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ട, കാരണം വണ്ടി ഹെവി ആണല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. ഒന്നാമതേ എനിക്ക് ഡ്രൈവിങ്ങിൽ ഞാൻ അത്ര ഇതല്ല. അപ്പോൾ അതിൻ്റെ കൂടെ വലിയൊരു വണ്ടിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റേയുടെ ടൈപ്പ് അങ്ങനത്തെ അത്രയും ഹെവി ആയിട്ടുള്ള വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് ഷോറൂമിൽ ചെന്ന് അന്വേഷിച്ചു. അപ്പം ഡിയോ കണ്ടു. അപ്പോൾ ഡിയോ കണ്ടപ്പോഴും എൻ്റെ മൈൻഡിൽ ഇത്രയും വലിയ ഒരു വണ്ടിയൊന്നും അല്ല, അത് സാധാരണ ഒരു വണ്ടിയാണ് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ ഞാനൊരു കളറ് കണ്ടു, ഒരു ബ്ലാക്കും അതിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പോലെ എന്തോ വരുന്ന അങ്ങനെയുള്ളൊരു കോമ്പിനേഷനുള്ള ഒരു വണ്ടി ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇത് മതി. അങ്ങനെ അവരോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിറങ്ങിയപ്പോൾ ഉണ്ട് ഇതേ കളറിലെ ഒരു വണ്ടി ഒരാൾ ബുക്ക് ചെയ്തു. അയാളെന്നാൽ വണ്ടി എടുക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കളറ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയി. കാരണം ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിട്ടുള്ളൊരു കളറാണ്. ഞാൻ അങ്ങനെ ഇത് നോർമലി കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനൊരു കളറ്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ കളറ് മതി, വേറെ ചിന്തിക്കാനൊന്നുമില്ല, ഈ കളർ മതി എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നെ എബിച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു എടി ഡിയോയിൽ ഇതുപോലൊരു കളറുണ്ട്, ആ കളറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സെയിം കളർ തന്നെയാണ് ഞാനും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വണ്ടി ഇതുപോലെ ഇവിടെ വന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതായി. ഇപ്പോൾ ഞങ്ങളുടെ ഒരുപോലെ ഇങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ ഇവർ പറഞ്ഞു അപ്പോൾ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ പത്തനാപുരത്ത് ഷോറൂമിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇപ്പം ചെന്നിട്ട് ആധാറിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ അയച്ചാൽ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടി ബുക്ക് ചെയ്തിടാം, എന്നിട്ട് ജനുവരി കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് ചോദിച്ചു ആ കളർ തന്നെ അവൈലബിൾ അല്ലേന്ന് ചോദിച്ചു. അവർ വീണ്ടും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമുക്കിപ്പോൾ ആ കളർ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്കുണ്ടായ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ, വല്ലാത്തൊരു വിഷമമാണ്. കാരണം അത്രയും ആഗ്രഹിച്ചിരുന്നൊരു വണ്ടി എടുക്കാൻ പോകുന്നു, ആഗ്രഹിച്ചൊരു കളറ് പറഞ്ഞു, പക്ഷെ ആ കളറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് വേണ്ട, വണ്ടി ക്യാൻസൽ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പാരിപ്പള്ളി കൊട്ടാരക്കരൊക്കെ വിളിച്ചു ചോദിച്ചു, എങ്ങും ഈ ഒരു കളറില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എങ്ങാനും ഈ കളർ വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഡിസംബർ 28-ാം തീയതി എന്തോ ആയപ്പോൾ എന്നെ കൊട്ടാരക്കര ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിപ്പോൾ PS Blue അവൈലബിൾ ആണ്, വന്ന് ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാനും ചാച്ചനും കൂടെ ചേർന്നിട്ട് പൈസയൊക്കെ ആയിട്ട് നേരെ കൊട്ടാരക്കര ഷോറൂമിൽ പോയി വണ്ടി അന്ന് 28-ാം തീയതി ബുക്ക് ചെയ്തു. നമ്മൾ പൈസ ഫുൾ എമൗണ്ട് എല്ലാം അടച്ചു. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞു ജനുവരി 1-ാം തീയതി പൊതു അവധിയാണ്, അത് കഴിഞ്ഞ് 2-ാം തീയതി നമ്മൾ രജിസ്റ്റർ ചെയ്യും, 3-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയെല്ലാം ഏകദേശം സെറ്റായി നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ട് വന്നു. ഏകദേശം ഒരു 3-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ വണ്ടിക്ക് അവർ വിളിച്ചു, ചെന്നോളാൻ പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കന്ന് വണ്ടി എടുക്കാൻ പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. എനിക്ക് തന്നെ വയ്യാത്തൊരവസ്ഥയായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ ഈ വണ്ടി എടുക്കാൻ ചാച്ചനും എൻ്റെ ബ്രദറും നാത്തൂനും കിച്ചൂസും കൂടെയാണ് കേട്ടോ വണ്ടി എടുക്കാൻ പോയത്. ഞാൻ എൻ്റെ പിക്ചർ പറ്റുവാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ചിന്ത മൊത്തം ആ വണ്ടി ഇറക്കിക്കൊണ്ട് വരുന്നതും ആ വണ്ടിയിൽ ഓടിക്കുന്നതും അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. അത് എന്താണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻറ്റ് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വണ്ടി നോക്കാൻ പോയി, അത് വണ്ടി ബുക്ക് ചെയ്ത്, പക്ഷേ ഈ ഒരു കളറിൻ്റെ കാരണത്താൽ ആ വണ്ടി കിട്ടാതെ പോയിട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ആ കളർ വെച്ച് തന്നെ എനിക്ക് ആ വണ്ടി കിട്ടാൻ പോകുന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ എന്തായാലും നാത്തൂനൊക്കെ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ വണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എത്രയും പെട്ടെന്ന് വന്നല്ല, സത്യം പറഞ്ഞാൽ വൈകിട്ടാണ് അവർ വണ്ടി എടുക്കാൻ പോയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചെന്നു. ഞാനൊരു 8 മണി ആയപ്പോഴും അടൂർ ഹോസ്പിറ്റലിൽ നിൽക്കുന്നേയുള്ളൂ. അന്ന് അലർജിയുടെ ആ ഒരു പ്രശ്നമായിട്ട് പോയതാണ്. അങ്ങനെ നേരെ ഞാനും പപ്പയും കൂടെയാണെന്ന് ഹോസ്പിറ്റലിൽ പോയത്. പെട്ടെന്ന് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് മാക്സിമം പെട്ടെന്ന് വീട്ടിൽ വന്നു. കാരണം ഇയാളെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണേ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. എനിക്ക് രാത്രി ആയതുകൊണ്ട് ഓടിക്കാനും പറ്റുന്നില്ല, കാരണം ഒന്നാമതെ കൈക്ക് ബാലൻസ് ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ രാത്രിയും കൂടെ എടുത്ത് ഇറങ്ങാനുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ അവളുടെ താക്കോൽ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനവൾക്ക് പേര് വിട്ടു സ്വീറ്റി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അവളെ സ്വീറ്റി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവളെ ഞാനൊന്ന് സന്തോഷിപ്പിക്കാനൊന്ന് കുളിപ്പിക്കാറുണ്ട്. വയറ് നിറച്ച് പെട്രോൾ അടിച്ച് ഫുഡും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ സ്വീറ്റീനെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു കുട്ടിക്കഥ. നിങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയെന്ന്, പക്ഷേ എന്നെ സംബന്ധിച്ചൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.